എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങൾ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? പരസ്യമല്ലാതെ. ഇപ്പോഴേ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ. അതല്ലാതെ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൈക്കൂലിയായിട്ടാണ്. അത് പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അല്ലാതെ പരസ്യമായിട്ടല്ലാതെ, പരസ്യത്തിലല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റല്ല. അല്ല, അത് പറയട്ടെ, അത് പറയട്ടെ, അതേത് മാധ്യമമാണ്? അത് പറയട്ടെ, പറയട്ടെ, മുഖ്യമന്ത്രി പറയട്ടെ, അങ്ങനെ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കലല്ലേ അല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയട്ടെ. നമ്മൾ പരസ്യം വായിക്കാറുണ്ട്. പരസ്യം വായിക്കുന്നത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പരസ്യം വായിക്കാതെ കാശ് കൊടുക്കാൻ അന്വേഷിക്കുന്നു. തെളിവുണ്ടോ? അല്ല, ഞാൻ മുഖ്യമന്ത്രി പറയട്ടെ, അപ്പൊ ഞാൻ തെളിവ് ഹാജരാണ്. അല്ല, മറ്റു അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി പറയട്ടെ, നിങ്ങൾ എങ്ങനെ അഴിമതി ആരോപണം ഉന്നയിച്ചതുപോലെ ദേശത്തിന് പറയുന്നത്? ഏത് അഴിമതി ആരോപണം തെളിയിക്കാൻ? എല്ലാ ആരോപണങ്ങളും തെളിയിക്കപ്പെടും. എല്ലാ ആരോപണങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൊതുവെ നാണക്കേടല്ലേ ഇങ്ങനെ പറയുന്നത്? മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, കൃത്യമാണ് ചോദ്യം. ചോദ്യം കൃത്യമാണ്. അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി. എന്നാൽ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി മാധ്യമ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ നാണക്കേടില്ല. പ്രോഗ്രാം ഒന്നും അല്ലല്ലോ. മുഖ്യമന്ത്രി അല്ലെ, ഒരു തെളിവ് വേണ്ടേ? ഇപ്പൊ മാധ്യമങ്ങളെ കൂടെ പ്രതികൂല. താങ്കളുടെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കേട്ടോ. മാധ്യമപ്രവർത്തകരെയും പ്രതി ചേർത്ത് സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹം തുനിഞ്ഞു. പരസ്യമല്ലാതെ മാധ്യമപ്രവർത്തകർക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞ വി ഡി സതീശനെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതോടെ തെളിവുണ്ടെന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രി പറയട്ടെ എന്നായി. അപ്പോൾ ഇതും മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ പോലെ തന്നെയല്ലേ എന്നായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഉന്നയിച്ചതൊക്കെ തെളിയിച്ചെന്ന് പറഞ്ഞെങ്കിലും ഏശിയില്ല. കാരണം ആരോപണങ്ങൾ ഒന്നുപോലും പ്രതിപക്ഷത്തിന് തെളിയിക്കാനായിട്ടില്ല. ഇന്നും കിട്ടി ഒരു പ്രഹരം. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ആ പ്രഹരം നാടുവിട്ട മുൻ ഗവർണറും സർവകലാശാലകളുടെ ചാൻസലറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനാണ് ഹൈക്കോടതിയിൽ നിന്ന് ആ പ്രഹരം ഏറ്റത്. പക്ഷേ അത് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് SUCI കൂട്ടുമുന്നണിയായ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിനും BJPക്കും കൂടി സമർപ്പിക്കുന്നു. വിട്ടുപോകരുതാത്ത മറ്റൊരു കൂട്ടരു കൂടിയുണ്ട്. കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ അന്ധമായി താലോലിക്കുന്ന സർക്കാർ വിരുദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അവരുടെ പ്രവർത്തകരും. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിദണ്ഡവാദങ്ങൾക്ക് ബ്രേക്കിംഗ് തലക്കെട്ടുകൾ ഒരുക്കി നുണകളെയും ചട്ടവിരുദ്ധ നീക്കങ്ങളെയും ഇതാണ് വസ്തുത എന്ന മട്ടിൽ സ്ഥാപിച്ചെടുത്തത് ഇക്കൂട്ടരാണ്. അന്നും ഇന്നും കോടതിയിലും കോടതിക്ക് പുറത്തും സർക്കാർ പറഞ്ഞത് ഒരേ കാര്യങ്ങളാണ്. അതാകെയും ഹൈക്കോടതി ശരിവെച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ മുതൽ ഇങ്ങോട്ട് സകലരുടെയും വാദം പതിവ് പോലെ തള്ളി. നുണകളും വിവാദങ്ങളും തോൽക്കുന്നയിടത്ത് സർക്കാർ അതൊന്നും കൂസാതെ അവസാന വർഷത്തിലേക്ക് കടക്കുന്നു. 2021 മെയ് 20 കോവിഡ് കാലത്താണ് 2ാം പിണറായി സർക്കാർ അധികാരമേറ്റത്. നാളെ 2025 മെയ് 20. 2ാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക്. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ 10ാം വർഷത്തിലേക്ക്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. നിജേഷ്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വളരെ ആധികാരികമായി സർക്കാരിനെതിരെ ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനം. അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ പരാജയം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം ആഞ്ഞു പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് തന്നെ ആലപ്പുഴയിലെ പ്രസ് ക്ലബ്ബിലെ വാർത്താസമ്മേളനം അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമല്ലേ. പറഞ്ഞ് ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ മറ്റൊരു തരത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നീക്കം എന്നതിനപ്പുറത്തേക്ക് അതിലും ആധികാരികമായി ഒരു പ്രശ്നത്തെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ ചോദ്യം വന്നത്. മുൻപും എത്രയോ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു, അത് ഉന്നയിച്ചിടത്ത് തന്നെ അവസാനിച്ചു പോയി, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവിനോട് ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ കഴിയുന്നു. അങ്ങനെ ആധികാരികമായി സർക്കാരിനെതിരെ നീങ്ങാനും വിജയിക്കാനും കഴിയാതെ പോയ പ്രതിപക്ഷം എന്ന പ്രശ്നം നിങ്ങളെ അലട്ടുന്നില്ലേ? കെ സുധാകരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രതിപക്ഷത്തെ കുറെ കൂടി നന്നാക്കാമായിരുന്നു എന്ന്. ഞങ്ങളെ അലട്ടുന്നില്ല എന്ന് മാത്രമല്ല,
കേരളത്തിന്റെ സർക്കാരിന് നിങ്ങൾ പറയുന്ന മികവുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതാണ്. ഏത് മേഖലയിലാണ് മികവ് എന്ന് കൂടി പറയണം. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ആണെങ്കിൽ കേരളത്തിൽ നിത്യേന കൊലപാതകം നടക്കാത്ത ഒരു ദിവസവുമില്ല. രാസലഹരി, MDMA തുടങ്ങിയ എല്ലാ സാധനവും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതിനോടൊക്കെ ആക്ട് ചെയ്യുന്നല്ലേ നിതീഷ് നോക്കുന്നത്? കൊലപാതകം നടത്തുന്നത് പോലീസല്ല. കൊലപാതകമടക്കം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരുമ്പോൾ പോലീസ് എങ്ങനെ കുറ്റാന്വേഷണത്തിൽ എങ്ങനെ മികവോടെ പോകുന്നു, അതുപോലെ തന്നെ രാസലഹരിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത തുടർച്ചയായ നടപടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നിജേഷ്? അല്ല, ലോ ആൻഡ് ഓർഡർ ഉള്ള സ്ഥലത്ത്, പോലീസുകാരൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യേന എന്നോണം ആളുകൾ കൊലപാതകം നടക്കുന്നു കേരളത്തിൽ. കൊലപാതകങ്ങൾ കേരളത്തിൽ മാത്രമാണോ നടക്കുന്നത്? ആണോ കേരളത്തിലാണല്ലോ. കേരളത്തിൽ മാത്രമാണോ കൊലപാതകങ്ങൾ നടക്കുന്നത്? അല്ല, ഞാൻ എല്ലാ സംസ്ഥാനങ്ങളെയും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ട ഘട്ടം വന്നാൽ പഠിച്ചോളാം. ഇന്ന് എന്റെ കണ്ണിന്റെ മുന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ 100-ൽ 100 മാർക്ക് കൊടുക്കുന്ന ഗവൺമെന്റിന്റെ ഒന്നാമത്തത് ആഭ്യന്തര സംവിധാനമാണ് എങ്കിൽ അത് പരാജയപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ പോലീസുകാർക്ക് ആത്മവിശ്വാസമില്ല. കേരളത്തിലെ പോലീസുകാർ കേസ് അന്വേഷിക്കുന്നില്ല. ഏറ്റവും സങ്കീർണമായ കേസുകളിൽ പോലും ഏറ്റവും വിദഗ്ധമായി കേസുകൾ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് കേരള പോലീസ്. എന്താ സംശയം? നമ്മളടക്കം രാഷ്ട്രീയത്തിന് അതീതമായി എത്രയോ തവണ ആ മികവ് എന്ന് പറയുന്നത്, കുറ്റാന്വേഷണ മികവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഒരു കാലത്ത് സംഭവിക്കുന്നതല്ല. കേരള പോലീസ് ആ നിലയിൽ മുന്നോട്ട് പോയതിനെ ഭരണപ്രതിപക്ഷങ്ങൾ തന്നെ ശ്ലാഘിച്ച എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അല്ല, ആ ആത്മവിശ്വാസമൊക്കെ കേരളത്തിലെ പോലീസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 100-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. നമ്മളൊക്കെ കണ്ടതുപോലെ, ഞാൻ പറഞ്ഞത്, ആളുകൾ കൊല്ലുന്ന അവസ്ഥ. ചെന്താമര വരുന്നു, 2 ആളെ കൊല്ലുന്നു, അകത്തു പോകുന്നു. താമരശ്ശേരിയിൽ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു, അമ്മയെ മകൻ കൊല്ലുന്നു, സ്കൂൾ കുട്ടികളെ തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെ കേരളത്തിൽ ആഭ്യന്തര സംവിധാനം ഇതുപോലെ കുത്തഴിഞ്ഞു കിടന്ന ഏത് കാലമാണ് ഉണ്ടായത്? എന്നാൽ നിജേഷ്, അത് വലിയ തോതിൽ ഒരു സാമൂഹിക പ്രശ്നമായി. നിജേഷ് നോക്കൂ, നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യും, നിങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരടക്കം. കേരളത്തിൻ്റെ എന്നല്ല, നമ്മുടെ സമൂഹത്തിൽ ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം വളരെ വൈകാരികമായി അപകടകരമായ നിലയിൽ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് പോലും കൊലപാതകം ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അതിൽ രാസലഹരിയുടെ പങ്കാളിത്തം, അതിൻ്റെ സ്വാധീനം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന, ചിന്തിക്കുന്ന, അതിൽ തിരുത്തലിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളം. അതാകെയും ഒരു പോലീസിന്റെ തലയ്ക്ക് കെട്ടിവെച്ചാണ് വസ്തുനിഷ്ഠമായി സംസാരിക്കേണ്ടത്. എവിടെയാണ് എഫക്റ്റീവ് ആകുന്നത്? കേരളത്തിലെ ഒരു ഹയർ സെക്കൻഡറി, നമ്മൾ അവിടെ പഠിക്കാം, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിൽ അതിശക്തമായ ഇതുപോലെ ഗ്യാങ് വാർ ഉണ്ടാകുന്നു. എവിടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി ഈ വിദ്യാർത്ഥികളെ കേസുകളുടെ അവസ്ഥ നോക്കൂ. ആ കേസുകളിൽ പിടിക്കപ്പെടുന്നു, ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിൽ വിചാരണ ഉണ്ടാകുന്നു, കേസുകളിൽ ശിക്ഷ വിധിക്കുന്നു. അത് മാത്രമല്ല, ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി നടത്തുന്ന ഒരു സ്റ്റേറ്റ് അല്ല ഇപ്പോൾ കേരളം. എത്ര തലങ്ങളിൽ നടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലാണ്? 17 വയസ്സുകാരൻ, പഴയ പ്രീ ഡിഗ്രിക്കാരൻ 25 വർഷമായി ഹയർ സെക്കൻഡറിയുടെ ഭാഗമാകുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന പ്രിൻസിപ്പൽമാർക്ക് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇവർ തമ്മിലുള്ള ഗ്യാങ് വാർ അതിശക്തമായ കാലത്ത് അതിനാവശ്യമായ പരിശീലനങ്ങൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആവശ്യമായ നമ്മുടെ ചില സ്ട്രാറ്റജി ഉണ്ടാകുന്നു. ആ സ്ട്രാറ്റജി ഉണ്ടാവുന്നില്ല. ആ ഒരു സ്ട്രാറ്റജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാങ് വാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, ഗ്യാങ് വാർ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ആ നിലയിലേക്കൊക്കെ അതിനെ പ്രതിപക്ഷ പ്രതിപക്ഷ ദൗത്യത്തിൽ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ, അതാണ് ഞാൻ പറഞ്ഞത് നിജേഷ്. ഞാൻ നോക്കൂ, അത്തരം പ്രശ്നങ്ങളെ, ഉണ്ടായ പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിൽ കേരളീയ സമൂഹം, കേരളത്തിലെ സംവിധാനം, അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ, അതൊരു ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് തന്നെ ഒരു പൊതു നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് മുന്നോട്ട് പോകുന്നു. അതൊരു ആ നിലയിൽ ഗ്യാങ് വാറുകൾ അങ്ങ് പടർന്നു പിടിച്ച ആകെ കേരളം മുഴുവൻ അതാണെന്ന് തോന്നും. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ഷാർപ്പായി തന്നെ കേരളം, ഇത് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണപ്രതിപക്ഷ തർക്ക വിഷയം പോലുമല്ല. കേരളം അതിനെ കണ്ടെയ്ൻ ചെയ്യും വിധത്തിൽ പെരുമാറുകയല്ലേ. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഏരിയയിൽ താങ്കൾ പറഞ്ഞുകൊണ്ടിത് നമ്മളൊരു സോഷ്യൽ ഡിബേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയ പ്രശ്നമല്ല. കേരളത്തിൽ 100 മാർക്ക് കൊടുക്കുമ്പോൾ
100 മാർക്ക് കൊടുക്കുമ്പോൾ കേരളത്തിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തത്. അതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ, അവിടെ പരാജയപ്പെട്ടു. അതിന് താങ്കൾ ഉന്നയിച്ച ചില വിഷയങ്ങൾ രാഷ്ട്രീയമായി മാത്രം കാണേണ്ടതല്ല എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആരാണ് ചെയ്യേണ്ടത്? ശരത്ത് വിശദീകരിക്കുക. ആരാണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റേറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, ആ ഇഷ്യൂ വളരുന്നു, വലുതാകുന്നു, അതൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. രക്ഷിതാക്കൾ തീ തിന്നുന്നു, കേരളത്തിലെ പാരന്റ്സും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോകുന്നു, കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. ആരാണ് ഇടപെടേണ്ടത്? ആരാണ് ഇതിൽ നടപടി ഞാൻ പ്രതിപക്ഷം ഭരണപക്ഷം ഈ വിഷയങ്ങളെ ഒരു പ്രതിപക്ഷത്തിന്റെ കണ്ണിലൂടെയോ ഭരണപക്ഷത്തിന്റെ കണ്ണിലൂടെയോ കാണേണ്ടതല്ല. ഇതിൽ തീ തിന്നുന്ന രക്ഷിതാക്കൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് നടന്നിട്ടുള്ള നടപടികളിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ടതാണ്. അവിടെയാണ് നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കൊന്ന ശേഷം ആ കൊലക്കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ലെന്നും താഴ്ത്തിയിട്ടില്ലെന്നും അത് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന നിലയിൽ അധപ്പതിച്ച ഈ പറഞ്ഞ നിങ്ങൾ ഏറ്റവും അധികം ആധി പൂണ്ട നിലയിലുള്ള ഒരു അപകടകരമായ തലത്തെ മുന്നോട്ട് കൊണ്ടുപോയ കൂട്ടരാണ് ഈ പറയുന്നത്. അത് കേട്ടതല്ലേ? ആ നിലയിലേക്കൊന്നും ഏതായാലും അത് യഥാർത്ഥത്തിൽ ഒരു പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമില്ല. അല്ലല്ല, നിങ്ങൾ തന്നെയാണ് അതിൽ തുടക്കം കുറിച്ചത്, ഞാനല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ ലോകം മുഴുവനുള്ളപ്പോൾ അതിനെ ആകെ എതിർക്കുന്നത് സംഘപരിവാറുകാരാണ്. ഗാന്ധി പ്രതിമ അങ്ങനെയൊന്നും സ്ഥാപിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാറുകാർ മാത്രമാണ്. അതേ നിലപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എടുക്കുന്നു. അടുക്കളയിൽ പോലും ഗാന്ധി പ്രതിമ ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് വലിയ തോതിൽ വാവിട്ട് പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ്, കണ്ണൂർ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. അപ്പൊ അവരെ പറ്റിയൊക്കെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശരത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. ജി സുധാകരൻ പറഞ്ഞതിനൊക്കെ നമുക്ക് കൂട്ടി വായിക്കാം. നിങ്ങൾ പറഞ്ഞ കോണ്ടെക്സ്റ്റിലേ ഞാൻ സംസാരിച്ചുള്ളൂ. നിജേഷ്, നിങ്ങൾക്ക് ആ നിലയിൽ വിമർശനമാകാം, അത് അപ്പുറത്ത്. പക്ഷെ നിങ്ങൾ കേരളത്തിലെ യുവത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ആ നിലയിൽ ഏറ്റവും അപകടകരമായ ഒരു മുദ്രാവാക്യം, കൊലവിളി മുദ്രാവാക്യം വിളിച്ചതും ഒരു നടന്നുവരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വിഷയത്തെ ആ നിലയിൽ വളരെ പരസ്യമായി വെല്ലുവിളിയുടെയും അർത്ഥത്തിൽ കൊണ്ട് നിങ്ങൾ സംസാരിച്ച കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലാതെ ഗോൾ പോസ്റ്റ് ഒന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകം, കൊലവിളി, രാസലഹരി, ഇതിൽ പോലീസിന്റെ റോള്, ആദ്യ പിടിച്ച രക്ഷിതാക്കൾ, ഈ കോണ്ടെക്സ്റ്റിൽ സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ആ രക്ഷിതാവ് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ സോക്കോൾഡ് ആദ്യ പിടിച്ച രക്ഷിതാവ്, അദ്ദേഹം പറഞ്ഞ എന്താണ്? ആ കത്തി കൊണ്ടുവരൂ, ആദ്യ പിടിച്ച് കഴിയുന്ന ഞങ്ങളെ കൂടി ആ കത്തി ഉപയോഗിച്ച് കൊല്ലൂ എന്നാണ് ധീരജിന്റെ അച്ഛനും അമ്മയും പഴയ കോൺഗ്രസ് അനുഭാവികളായ മനുഷ്യർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ അതേ കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ വഴിമാറിപ്പോയിട്ടില്ല. വഴിമാറിപ്പോയി എന്ന് നമുക്ക് പറയാം. നിജേഷ്, ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ നിന്ന് കണ്ണൂരിലെ ഗാന്ധി പ്രശ്നവും വേറെ ജി സുധാകരൻ എന്നൊക്കെ പറഞ്ഞ നിങ്ങളാ, ഞാനല്ല. ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം കേരളത്തിലെ ഒന്നാമത്തെ, നമ്മൾ എപ്പോഴും പറയുന്ന ഫസ്റ്റ് പ്രയോറിറ്റി ആഭ്യന്തര സംവിധാനത്തിനാണ്. ആ ആഭ്യന്തര സംവിധാനം നേർവഴിക്കാണോ പോകുന്നത് എന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ അത് ഉണ്ടോ? സെൽ ഭരണം നടക്കുന്നു. പോലീസ് സ്റ്റേഷനകത്തേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഭരണം നടത്താൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് ആത്മവിശ്വാസമുള്ള പോലീസുകാരുടെ താമരശ്ശേരി, ഞാൻ ചോദിക്കട്ടെ, താമരശ്ശേരിയിൽ ഒരു ഭാര്യയെ ഭർത്താവ് കൊന്നു. താമരശ്ശേരി എന്താ നിങ്ങൾ ചെയ്തത്? ആ സമയത്ത് ആ പരാതിയുമായി ബന്ധപ്പെട്ട നൗഷാദ് എന്ന് പറയുന്ന SIയെ സസ്പെൻഡ് ചെയ്തു. നൗഷാദ് അതുമായി ബന്ധപ്പെട്ട ആളെയല്ല. ആ കുട്ടിയെ വീട്ടുകാർ പറഞ്ഞു, മറ്റവര് പറഞ്ഞു, കാരണം നൗഷാദിനെ ബലിയാടാക്കണം. 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നൗഷാദിനെ തിരിച്ചെടുത്തു. ആ പ്രശ്നം അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ, അതുപോലെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിച്ചോ എന്ന ചോദ്യമാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്താണ് എന്ത് സംഭവിച്ചത്? ഒരു അമ്മയെ മകൻ കൊന്നത്. ഈ 2 പേരും സുഹൃത്തുക്കളാണ്. ഇവർ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് പറയുന്നു. അപ്പൊ ആ തരത്തിലേക്ക് ലഹരി നമ്മുടെ നാട്ടിൽ എത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ എടുക്കുന്ന നിലപാട്? കേരളത്തെ രക്ഷിക്കാൻ നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ്? ഇപ്പൊ പറയുന്നു, കഴിഞ്ഞ ദിവസം പറയുന്നു 2 ആഴ്ച പഠനമില്ല. ഇന്ന് മെയ് മാസം 20 19 2 ആഴ്ച പഠനമില്ല. പഠനത്തിന് 2 ആഴ്ചത്തേക്ക് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ ഒരു പരിശീലനം, 3 ദിവസത്തെ ഒരു കോഴ്സ് മതിയാവുമോ? 2 ആഴ്ച പാഠപുസ്തകം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ അഡ്രസ് ചെയ്യേണ്ടത്, പരിശീലനം കൊടുക്കേണ്ടത് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപകർക്കും യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽമാർക്കുമല്ലേ? അത് കൊടുക്കേണ്ടതിൽ സമയം ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന ക്വസ്റ്റ്യന് അതിനെ ഒരു മെറിറ്റ് ബേസ്ഡ് ആൻസർ ആണ് നമുക്ക് പലതിലേക്കും വരേണ്ടതുകൊണ്ടാണ്. പോയി കഴിഞ്ഞാൽ
ഓക്കെ, ഇത് നിജേഷ് ആ കേൾക്കുന്ന, പോയിന്റിൽ ഇത് address സ്റ്റിക്ക് ചെയ്യാൻ ഓൺ ചെയ്ത് ആഗ്രഹിക്കുന്ന നിന്നുകൊണ്ടാണ് ആളുകൾക്ക് ശ്രീ- ഒരു പ്രയാസമായിരിക്കും Yes, ഉണ്ടാവുക. ഞാൻ വരാം, നിജേഷിലേക്ക് വരാം. ഇതിൽ തന്നെ പോയിന്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നതുകൊണ്ടാണ്. അപ്പോഴും ഞാൻ ഈ വെക്കേഷൻ കാലത്താണ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ അധ്യാപകരുടെ അവരുടെ ട്രെയിനിങ് കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ കാലത്താണ്. അത് കാര്യമായി നടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇതെല്ലാം വരും. അതുപോലെ തന്നെ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഈ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ വിശദീകരിച്ചൊക്കെ ഞാനിങ്ങനെ സാന്ദർഭികമായി താങ്കൾ പറഞ്ഞുകൊണ്ട് ഓർത്തു എന്നേ ഉള്ളൂ. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ പൊതുവായി പ്രതിപക്ഷത്തെ സമീപിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അതിനാധാരമായി ഞാൻ എടുത്തത് താങ്കളിപ്പോൾ ഇരിക്കുന്ന ആലപ്പുഴയിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയിലാണല്ലോ ഉള്ളത്. ആലപ്പുഴയിലാണ് പ്രതിപക്ഷ നേതാവിന് വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ, അതൊരു അഴിമതി ആരോപണത്തിൻ്റെ സ്വരത്തിലും സ്വഭാവത്തിലും മാധ്യമ സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തി മാധ്യമങ്ങൾ പരസ്യം വാങ്ങുന്നത് തെറ്റല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. സർക്കാർ വാർഷികവുമായി ബന്ധപ്പെട്ട് പരസ്യം വാങ്ങുന്നത് തെറ്റല്ല, അത് വാങ്ങേണ്ടതുമാണ്, കിട്ടേണ്ടതുമാണ് എന്ന് സമ്മതിച്ചു. അല്ലാതെ പണം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു പ്രശ്നം അവതരിപ്പിച്ചു. അതിൽ നിന്ന് അദ്ദേഹത്തിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു? അതിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നോ? കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഞാൻ തുടർച്ചയായി പ്രതിപക്ഷത്തിന് ആധികാരികമായൊരു മൂവ്മെൻറ്റായി കേരളത്തിൽ മാറാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന പ്രശ്നത്തെ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് തോന്നുന്നത്? ശരത്ത്, ഇതിൽ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 1848 നമ്മുടെ തലശ്ശേരിയിലെ ഗുണ്ടട്ട് വന്ന കാലം മുതൽ കല്ലച്ചിൽ തുടങ്ങിയ പ്രസിഡന്റ് ഒരു ചരിത്രം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നതുമാണ് പിൽക്കാലങ്ങളിൽ. അന്നു മുതൽ തുടങ്ങിയ മഹിതമായൊരു പാരമ്പര്യമുള്ള പ്രദേശമാണ് കേരളം മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് ആലപ്പുഴയിൽ പ്രസ് ക്ലബിൽ വന്ന് നടത്തിയത് ആഭാസകരമായ പരാമർശങ്ങൾ എന്ന് ഏറ്റവും മിതമായ ഭാഷയിൽ എനിക്ക് പറയാൻ കഴിയും. അത്ര ആഭാസകരമാണ് അദ്ദേഹം മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞ ഓരോ വാക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ അലക്ഷ്യമായും ഉത്തരവാദിത്വരഹിതമായും അദ്ദേഹം വർത്തമാനം പറയുന്നത് അത് മുഖ്യമന്ത്രി പറയട്ടെ. എന്താണ് മുഖ്യമന്ത്രി പറയേണ്ടത്? കേരളത്തിലെ സർക്കാർ പരസ്യങ്ങൾ കൂടാതെ മാധ്യമ പ്രവർത്തകർക്ക് അതോ ഇനി മാധ്യമ സ്ഥാപനങ്ങൾക്കാണോ? രണ്ടായാലും അത് വ്യക്തമാക്കാനുള്ള ബാധ്യതയില്ലേ ഭരണഘടനാ പദവി ആയ പ്രതിപക്ഷ നേതാവിൻ്റെ കസരയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു MLA ക്ക്, ഒരു മനുഷ്യന് ഇല്ലേ? ഉത്തരവാദിത്വം ഇല്ലേ? ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വാ തുറന്ന് ഇത്തരത്തിലുള്ള ആഭാസകരമായ വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്. അതെങ്കിലും പറഞ്ഞു കൊടുക്കണം ലിജേഷ് അനന്തിനെ പോലെയുള്ള അനുയായികളെങ്കിലും. കാര്യം നിങ്ങൾക്കൊക്കെ നാളെയും ഈ കേരളീയ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ സ്വന്തം പ്രവർത്തനങ്ങൾ നടത്താനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എക്കാലവുമുണ്ട്. നിങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങളുമാണ്. അങ്ങനെ കൈരളി അടക്കമുള്ള, ദേശാഭിമാനി അടക്കമുള്ള, ജനയുഗത്തെ പോലുള്ള പത്രങ്ങൾ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അവർക്കാണോ പണം കൊടുക്കുന്നത് സർക്കാർ പ്രത്യേകമായി? അല്ലല്ലോ. അത് ആ ദുസൂചന അല്ലല്ലോ VD സതീശൻ മുമ്പോട്ട് വെച്ചത്. അത് ആർക്കൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പറയട്ടെ എന്നുള്ള ഒരു പഴത്തൊലിയിൽ ചവിട്ടിയ പോലുള്ള വർത്തമാനം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല എന്ന ഒളിച്ചോട്ടം, ഇതൊക്കെ എവിടെയാണ് നടത്തുന്നതെന്നുള്ള മനസ്സിലാക്കണം. ഈ സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഹൈലി പോളറൈസ്ഡ് ആണ് നമ്മുടെ സംസ്ഥാനമെന്ന് മനസ്സിലാക്കണം. അതെല്ലാം ജനങ്ങൾക്ക് വകതിരിവുള്ളതുകൊണ്ടാണ്. ആ വകതിരിയുള്ള ജനങ്ങളുടെ മുമ്പിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് വളരെ നിലവാരമില്ലാത്ത, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എനിക്ക് പറയാൻ ഇഷ്ടമുണ്ടായിട്ടില്ല നിജേഷെ, പക്ഷേ പറയിപ്പിക്കുകയാണ്, ആഭാസകരമായ രീതിയിൽ മാധ്യമങ്ങളെ ആക്ഷേപിക്കുമ്പോൾ മാധ്യമങ്ങളെ വിമർശിക്കണമെന്ന് ഒരു മാധ്യമങ്ങളും വിമർശനത്തിന് അതീതരൊന്നുമല്ല. പക്ഷേ അത് വിമർശനമായിരിക്കണം, ഉത്തരവാദിത്തോടെ ആയിരിക്കണം. വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അധികാരം, അവകാശം ജനങ്ങൾക്കുണ്ട്, മാധ്യമങ്ങൾക്കുമുണ്ട്. അതിന് പകരം ഇത്തരത്തിലുള്ള ഈ വർത്തമാനമാണ് പറഞ്ഞു പോകേണ്ടത് മാധ്യമങ്ങൾക്ക് നേരെ, മാധ്യമ പ്രവർത്തകർക്ക് നേരെ, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ. അതല്ലല്ലോ കേരളത്തിൻ്റെ ട്രാജക്ടറി. ഇതുമായി ബന്ധപ്പെട്ടത് മുഴുവൻ പരിശോധിച്ചോളൂ നിങ്ങൾ. ഞാൻ എത്ര നേരം വേണമെങ്കിലും ജയിഷുകൊണ്ട് കാര്യത്തിൽ മറുപടി പറയാൻ തയ്യാറാണ്, ഉത്തരവാദിത്തോടെ തന്നെ. കാര്യം അതിൽ വേദനയുണ്ട്, പ്രതിഷേധമുണ്ട്, രോഷവുമുണ്ട്. ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് നിജേഷിനെ പോലെ ഒരു യുവ നേതാവിന് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വിറങ്ങലിച്ചിരിക്കേണ്ടി വരുമ്പോൾ അതല്ലേ അത്. പിന്നെ ഒരുപക്ഷെ ശരത്തെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോവാം, കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത, പറയാതിരിക്കാനും പറ്റില്ലാത്തതുകൊണ്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്, ഞാനിപ്പോൾ ആലപ്പുഴ സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങളുടെ കേരളത്തിലെ സതീശനൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പത്രത്തിൻ്റെ, അല്ലെങ്കിൽ UDF-നും കോൺഗ്രസിനും ഏറ്റവും വേണ്ടപ്പെട്ട പത്രത്തിൻ്റെ 1-ാം പേജിൽ വാർത്ത വരികയാണ്.
ആലപ്പുഴ ജില്ലക്കാരനായ കുട്ടനാട് MLA തോമസ് കെ തോമസ്, പിന്നെ ആൻ്റണി രാജു, കോവൂർ കുഞ്ഞുമോൻ എന്നിവരെ BJP പാളയത്തിൽ എത്തിക്കാൻ വേണ്ടി അജിത് പവാറിൻ്റെ അറിവോടുകൂടി പിന്നെ 50 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പത്രത്തിൽ വാർത്ത വരികയാണ്. പത്രത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരുടെ മുമ്പിലുള്ളതാണ് ആ പേരുകളൊക്കെ. അപ്പോൾ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ് പിന്നെ തോമസ് കെ തോമസ്, ഞങ്ങളൊക്കെ തോമാച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താ തോമച്ചായ സംഭവം. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയചന്ദ്ര നിങ്ങളൊന്ന് അന്വേഷിക്കണം, നിങ്ങളൊക്കെ ഈ മേഖലയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളാണ്, ഒന്ന് അന്വേഷിച്ച് അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണം. സ്വാഭാവികമായിട്ടും പുള്ളി പറഞ്ഞില്ലെങ്കിലും ഞാൻ അന്വേഷിക്കും. പിന്നെ അന്വേഷിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലൊന്നും മറുപടിയൊന്നും കിട്ടിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പിന്നെ ആ ബന്ധപ്പെട്ട പത്രം അല്ലെങ്കിൽ ആ പത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കുറേ ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെട്ടു അത്രേ ഈ വാർത്ത ആ പത്രത്തിൻ്റെ 1-ാം പേജിൽ സ്റ്റോറിയായിട്ട് അച്ചടിച്ച് വരാൻ വേണ്ടി. അതിൽ ഈ പറയുന്ന ഇന്ന് ആലപ്പുഴയിലിരുന്ന് മാധ്യമങ്ങളെ തോന്നിവാസം പറഞ്ഞ സതീശനൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ അന്വേഷിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ കറുത്ത കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ പത്രത്തിൽ വാർത്ത വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ആ വാർത്ത വന്നത്? അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് ഇപ്പോൾ പോകാൻ യാതൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ശരി. അപ്പോൾ സതീശന് ഇത് അറിയാം, അങ്ങനെ കാണിക്കുന്ന ചില ആൾക്കാർ ആ പാളയത്തിലുണ്ട്, ആ കൂടാരത്തിലുണ്ടെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് ഇത്ര ആധികാരികമായി പറയുന്നത്. പക്ഷേ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകർ വിട്ടില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളോട് മറുപടി പറയാൻ സൗകര്യമില്ല എന്നുള്ള വളരെ പുച്ഛത്തോടെ അവജ്ഞയോടെ ഒരു പൊതുപ്രവർത്തകന് ഒരു കാലത്തും ചേരാത്ത വിധത്തിലുള്ള ഒരു ശരീരഭാഷയുമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ നേരിടാൻ അവിടെ അദ്ദേഹം തയ്യാറായത്. നിജേഷ്, കടുത്ത ഭാഷയിലാണ് ശ്രീ ജയചന്ദ്രൻ, കടുത്ത ഭാഷയിലാണ് ശ്രീ M. ജയചന്ദ്രനെ പോലൊരു മാധ്യമപ്രവർത്തകൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രവൃത്തിയോട് ഇപ്പോൾ പ്രതികരിച്ചത്. താങ്കളത് കേട്ടല്ലോ. ഞാനൊന്നും താങ്കൾക്ക് വിറങ്ങലിച്ചിരിക്കേണ്ടി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു തരത്തിൽ ആഭാസമാണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തല്ലോ. അല്ല, ശ്രീ ജയചന്ദ്രൻ എല്ലാ കാര്യത്തിലും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിറങ്ങലിച്ചിരിക്കുന്നതൊക്കെ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ തുടങ്ങി, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് തോന്നിയത്. കാലവർഷം സ്റ്റാർട്ട് ചെയ്തു, എനിക്കിവിടെ വിറങ്ങലിച്ചിരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. പിന്നെ ആഭാസം, അതൊക്കെ അദ്ദേഹം പറയട്ടെ. എന്താണ് പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനം, അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആഭാസമാണ്. കറുത്ത കരങ്ങൾ, ഇതൊക്കെ പഴയ ക്ലീഷേ ഡയലോഗല്ലേ ചരിത്രത്തെ. കറുത്ത കരങ്ങളുണ്ട്. പിന്നെ അത് അദ്ദേഹം ഒരു ഉദാഹരണവും പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ റോളാണ് നിർവഹിക്കുന്നത്. ആ റോൾ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അല്ല. പക്ഷേ നിജേഷ്, അദ്ദേഹം ചെയ്ത നമ്മുടെ ഈ ചർച്ചയുടെ പർപ്പസ് എന്താണ്? നമ്മളെ എല്ലാ ചർച്ച ഇതൊന്നല്ല, ഏത് ചർച്ചയായാലും ഈ ചർച്ചയിലേക്ക് വരുന്നൊരു വിഷയം, ആ വിഷയങ്ങളിൽ ഒന്നിതായി വരുന്നു. അദ്ദേഹം സംസാരിച്ചത് നമ്മൾ കേട്ടു. അവിടെ മാധ്യമപ്രവർത്തകർ അതിനെ ചലഞ്ച് ചെയ്യുന്നു, ഡിസ്പ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നു. അതിൽ അദ്ദേഹം തുടങ്ങിയിടത്ത് നിന്ന് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചത് ദുർബലമായി പോകുന്ന നിലയിലാണ് അദ്ദേഹത്തിന് പറഞ്ഞവസാനിപ്പിക്കേണ്ടി വന്നത്. ഒരു ആരോപണം പോലെ ഗുരുതരമായി പറയാൻ ശ്രമിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ മെല്ലെ ഒരു പിൻവാങ്ങൽ രീതിയിലല്ലേ പ്രതിപക്ഷം. അതൊരു ചർച്ചയ്ക്ക് ആധാരമായി വരുമ്പോൾ ബന്ധപ്പെട്ട വക്താക്കൾക്ക് മറുപടി പറയേണ്ടി വരില്ലേ? ഞാനതിന് മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ ഒരു പിൻവാങ്ങൽ താങ്കളും നടത്തുന്നു എന്നാണ്. ഞാൻ പിൻവാങ്ങലല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്, അതിന്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെ തരും. വരും ദിവസം എന്ന് വെച്ചാൽ നിജേഷിന് ഇന്ന് അദ്ദേഹം പറഞ്ഞത് വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് സംഭവം. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം മുന്നോട്ട് പോകും. കാരണം അദ്ദേഹവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ മാത്രമല്ല ഞാനായിട്ടില്ല. വേണ്ട, അദ്ദേഹം പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്ത് താങ്കൾക്ക് സംസാരിക്കണമല്ലോ. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് അത് അബദ്ധമാണ്, ആഭാസമാണ്, അത് അഴിമതി ആരോപണം എന്നൊന്നും പറയാൻ കഴിയാത്ത വിധമാണ് എന്ന് കൃത്യമായ വിമർശനം വരുമ്പോൾ കോൺഗ്രസ് വക്താവല്ലേ അതിന് മറുപടി പറയേണ്ടത്? അല്ല, ആഭാസം എന്താണ് ആഭാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ വിട്ടു. ശ്രീ ജയചന്ദ്രൻ, എന്താണ് ആഭാസം അതിനകത്ത്? അരുൺ, ഞാൻ വരാം. എന്താണ് താങ്കൾ കുറെ നേരം പറഞ്ഞല്ലോ, ഞാൻ എത്ര നേരം വേണമെങ്കിലും മറുപടി പറയും നിജേഷിന് എന്നൊക്കെ. അദ്ദേഹം ചോദിക്കുന്നത് എന്താണ് അതിൽ ആഭാസം? പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ പണം പറ്റിയെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല പറഞ്ഞത്. ശ്രീ ജയചന്ദ്രൻ, ആഭാസകരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്ത ഒരാളാണ്. ആഭാസകരം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്ത ആളാണ് നിജേഷ് അറിയുന്നത് ഞാൻ കരുതുന്നതില്ല. എങ്കിലും ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് മറുപടി പറയണമല്ലോ. ആഭാസകരം എന്ന് പറഞ്ഞാൽ ഒറ്റ ലളിത മലയാളമേ ഉള്ളൂ കേട്ടോ. സഭ്യമല്ലാത്തത്, അതാണ് ആഭാസകരം. അത് വാക്കാകാം, പ്രവൃത്തിയുമാകാം, രണ്ടുമാകാം. അത് സഭ്യമല്ലാത്തത് എന്തോ അത് വാക്കാണെങ്കിൽ ആ വാക്ക് ആഭാസകരമാണ്, പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തി ആഭാസകരമാണ്. അതേ ഉള്ളതിനർത്ഥം.
അപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവ് ആലപ്പുഴയിൽ പ്രസ് ക്ലബ്ബിൽ നിന്ന് കാണിച്ചത്. സഭ്യമല്ലാത്ത നിലവാരത്തിലുള്ള പിന്നെ വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് ആഭാസകരം ഇന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നത്. അതെന്തെങ്കിലും വിശദീകരണം ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞോളൂ. ശ്രീ അരുൺകുമാർ, താങ്കളെ കൂടി ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾ പരസ്യമല്ലാതെ സർക്കാരിൽ നിന്ന് പണം പറ്റി എന്ന നിലയിൽ ഒരു വാദം ഉന്നയിച്ചു. അത് അവിടെ തന്നെ ചില മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിയോജിപ്പ് വന്നു, ചോദ്യങ്ങൾ ഉയർന്നു. പിന്നീട് അദ്ദേഹം സംസാരിച്ച രീതി ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഇതാണ് അതിന് പശ്ചാത്തലമായി വന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ കൂടി ഒന്നുകൂടി ചേർക്കുകയാണ്. അതായത് സർക്കാർ നാളെ കൃത്യം പറഞ്ഞാൽ മെയ് 20-നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു അസസ്മെൻറ്റ്, ആ മുന്നണിയുടെ പ്രതിപക്ഷത്തിൻ്റെ അസസ്മെൻറ്റായി ഇന്ന് ഇതേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേരളം വലിയ തകർച്ചയിലാണ് എന്നാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പുതിയ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാവുന്നില്ല, സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് നാളെ UDF ഈ ദിനം കരിദിനമായി ആചരിക്കും. അങ്ങനെയാണ് സർക്കാരിനെ കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ വിമർശന കാരണങ്ങളായി അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനുകൂടി എങ്ങനെയാണ് മറുപടി താങ്കളുടെ ഭാഗത്ത് നിന്ന്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ലോകസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേദിവസം രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അതിൻ്റെ ഒരു പേജ് പോലും വായിച്ചു നോക്കിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ തുടരെയുള്ള പത്രസമ്മേളനം കാണുമ്പോൾ ബോധ്യപ്പെടുന്നത്. സുസ്ഥിര വികസന സൂചികയിലും മാനവവിഭവ സൂചികയിലും ഈ രാജ്യത്ത് ഒന്നാമതായി മാറിയത് കേരളമാണ് എന്ന് കൃത്യമായിട്ടുള്ള ആ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഓരോ ഘട്ടം എടുത്ത് നോക്കുക. അതിപ്പോൾ സാമൂഹ്യക്ഷേമ രംഗത്ത് നടത്തുന്ന ഇടപെടലായാലും പശ്ചാത്തല വികസന രംഗത്ത് നടത്തുന്ന മുതൽമുടക്കായാലും പ്രകടന പത്രികയിൽ പറഞ്ഞ വികസനങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലായാലും എത്ര മാതൃകാപരമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രവർത്തനങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 900 കാര്യങ്ങളടങ്ങുന്ന പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഓരോ വർഷവും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. 2024 ജൂലൈ മാസം 2-ാം തീയതി ഇറക്കിയ 2ാം പിണറായി സർക്കാരിന്റെ 3-ാം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആ 900-ൽ 726 കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നവകേരളത്തിലേക്ക് കേരളം കുതിച്ചു മുന്നേറുകയാണ് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ആ ജനങ്ങൾ അത് കൃത്യമായി തിരിച്ചറിയുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി നമുക്ക് ഭരണ തുടർച്ച കിട്ടിയതും ഓരോ തവണയും ജനങ്ങൾ അത് കൃത്യമായി കൈയടിച്ച് സ്വീകരിക്കുന്നതും നാം കാണുന്നത്. പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം അങ്ങ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം എത്ര ഗൗരവത്തോടെയാണ് ജനം അത് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി വേൾഡ് ട്രേഡ് സെന്റർ പോലും ഈ കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ വന്നിരിക്കുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിന്റെ ഭാഗമായി 1,56,000 കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിൽ സ്പോൺസർ ചെയ്യപ്പെട്ട് ഈ 3 മാസം കൊണ്ട്, അതിനുശേഷം 2 മാസം കൊണ്ട് 15,000 കോടി രൂപയുടെ നിക്ഷേപം വന്നത് വ്യവസായ മന്ത്രി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അത്തരത്തിൽ വാക്കുകൾ പാലിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. സാമൂഹ്യക്ഷേമ പെൻഷന്റെ കുടിശ്ശിക വരാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? ആ കുടിശ്ശികയെ തരണം ചെയ്യാൻ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ എന്താണ്? ഇപ്പോൾ അടുത്ത മാസത്തോടുകൂടി കുടിശ്ശികയില്ലാത്ത സംസ്ഥാനമായി നമ്മൾ മാറും. UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം കൊടുക്കുമ്പോൾ വെറും 205 കോടി രൂപയാണ് ഒരു മാസം വേണ്ടിയിരുന്നത് പെൻഷൻ കൊടുക്കാൻ. എന്നാൽ ഇപ്പോൾ 62 ലക്ഷം പേർക്ക് 1,600 രൂപ വീതം 997 കോടി രൂപ ഒരു മാസം വേണം. UDFന്റെ കാലത്തേക്കാൾ 5 ഇരട്ടി വേണം. അത് കൃത്യമായി നടപ്പാക്കി ജനങ്ങൾക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തി വീടുകളിൽ എത്തിച്ചു കൊടുത്ത് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. വൻകിട വികസന പ്രവർത്തനങ്ങൾ പലതും കല്ലിട്ട് പോയ ആ പഴയ കാലഘട്ടമല്ല, മറിച്ച് അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത് നാം കാണുകയാണ്. ഇത്തരം ഒരവസരത്തിൽ 4-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പത്രക്കാർ സത്യസന്ധമായി കൊടുക്കുന്ന വികസനത്തിന്റെ വാർത്ത സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾക്ക് പണം തന്നില്ലേ, എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറയുന്ന അല്പത്തരത്തിന്റെ ഉസ്താദായി ഈ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുകയാണ്. AI ക്യാമറ വന്നു, അഴിമതിയാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിന്നു പ്രതിപക്ഷ നേതാവ്. ജലമെട്രോ വന്നു, ജനങ്ങളെല്ലാം കൈയടിച്ച് സ്വീകരിച്ചു. അഴിമതിയാണെന്ന് പറഞ്ഞ് അതിൽ മാറി നിന്നു, ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. അതുപോലെ തന്നെ K-ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനെടുത്ത തീരുമാനം, അതിനെതിരെ നേരെ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു. അവസാനം അതും നാണം കെട്ട് പോരേണ്ടി വന്ന സാഹചര്യം. അവസാനം ഹൈക്കോടതി എന്ന് കേട്ടാൽ തന്നെ ഞെട്ടിത്തെറിച്ച് അദ്ദേഹം വീണ്ടും ഒരിക്കലും അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത വാക്കായി മാറിയിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നാം കാണുകയാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ച ഒരാരോപണവും ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏറ്റവും അവസാനം കോവിഡിന്റെ കണക്ക് പോലും 20 ലക്ഷം മരണങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങൾ മറച്ചുവെച്ചത് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. വാളയാർ മരണവുമായി 2 കുട്ടികളുടെ മരണവും കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
തൂങ്ങിമരണം അവസാനം കൊലപാതകമായി ചിത്രീകരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. CBIയുടെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും വന്നു. ഞാൻ സൂചിപ്പിച്ചത് ഒരാരോപണം, അത് വികസന പ്രവർത്തനങ്ങളായാലും മറ്റു സംഭവങ്ങളായാലും പ്രതിപക്ഷം ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലില്ല. അതുകൊണ്ട് ഇപ്പോൾ പണം കൊടുത്തല്ലേ വാർത്ത എന്ന രൂപത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യം നാം കാണുകയാണ്. UDFന്റെ ഉള്ളിലെ പെടലപ്പിടക്കങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുക. DCCയുടെ കോഴിക്കോട് സെക്രട്ടറി പറഞ്ഞില്ലേ, എന്താണോ മനോരമയിൽ വരുന്ന വാർത്ത, ആ മനോരമയിൽ വരുന്ന വാർത്തയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം. ഇന്നൊരു സംഭവമുണ്ട്. ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ ഒരു പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ചില ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഏറ്റുപിടിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ആ സ്ത്രീ തന്നെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ വന്നിരുന്നു പറയുന്നു, ഞാൻ പോയി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടു, അവസാനം ഉചിതമായി നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കാം എന്നാണ് പറഞ്ഞത് എന്ന് ആ സ്ത്രീയുടെ അഭിഭാഷകൻ വരെ ആ ചർച്ചയിൽ വന്ന് പറയുന്ന ഒരു ചർച്ചയിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. അതായത് ഏതെങ്കിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക, ആ വ്യാജ ആരോപണങ്ങൾ വലിയ ലീഡിംഗ് ന്യൂസായി ചാനലുകൾ ഏറ്റുപിടിക്കുന്നു. 3-4 ദിവസത്തേക്ക് പ്രതിപക്ഷ നേതാവിന് പത്രസമ്മേളനത്തിനും ഗവൺമെന്റിനെ ആക്രമിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് അതിൽ നിന്ന് കിട്ടുന്നു. അവസാനം ഇതെല്ലാം പൊളിഞ്ഞു പാളീസായി പോകുന്നു. അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു. അതേ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് പ്രകടന പത്രികയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നടപ്പാക്കി കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിൽ നിന്ന് ആർജിക്കുന്നു. ലോകത്തെവിടെയും കിട്ടുന്ന ജോലി ഈ കേരളത്തിൽ നിന്ന് ചെയ്യുന്നു. അങ്ങനെ ഒരു വിജ്ഞാന സമൂഹമായി നമ്മുടെ സമൂഹം പാകപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇവിടെ നിജേഷ്, ഞാൻ ആ തുടക്കത്തിൽ ചോദിച്ച ഒരു പ്രശ്നം വീണ്ടും സജീവമാകുന്നുണ്ട്. അതായത് ആധികാരികമായി പ്രതിപക്ഷത്തിന് സർക്കാരിനുമേൽ ഒരു മികവോടെ ഉയർന്നു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ കൂടുതൽ പ്രസക്തമാകുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഈ കാലയളവിലെ മികവുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ മാധ്യമങ്ങൾ അത് പണം മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന നിലയിലേക്ക് പറയാൻ ഒരു പ്രതിപക്ഷ നേതാവ് തയ്യാറായാൽ എന്താണൊരവസ്ഥ? ഏത് നിലയിൽ അദ്ദേഹം നിൽക്കുന്നു എന്നൊരു പ്രശ്നം അതിനകത്തില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ അരുണും ചോദിച്ചത്. അതിൽ തന്നെ അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടി ചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ തന്നെ നിജേഷിന് മുമ്പാകെ അവതരിപ്പിച്ച ഒന്നാണ് ഏത് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത് ഈ 4 വർഷക്കാലമാക്കണ്ട, കഴിഞ്ഞ 5 വർഷക്കാലം കൂടി എടുക്കൂ, അങ്ങനെ 9 വർഷം, 10ാം വർഷം. പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് എന്താണ്? അഴിമതിക്ക് യാതൊരു കുറവുമില്ല. അരുൺ ചലഞ്ച് ചെയ്തത് എന്താണ്? കേസുകൾ സഹിതം, പ്രശ്നങ്ങൾ സഹിതം ഓരോന്നിലും എടുത്ത നിലപാട് ചൂണ്ടിക്കാട്ടില്ലേ? നിങ്ങൾക്കൊന്നിൽ പോലും ഉന്നയിച്ച ആരോപണങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവിന് ഒരു ഘട്ടത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് പബ്ലിസിറ്റി മാനിയ ആണ് എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ പറയുന്ന നിലയുണ്ടായി എന്ന പ്രശ്നമടക്കമില്ലേ? ഇതിലെവിടെയാണ് നിങ്ങൾക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാനാവുക? അഴിമതിക്കൊരു കുറവില്ല എന്ന് പറയുമ്പോൾ അത് സ്ഥാപിച്ചെടുക്കാനാകണം. പ്രതിപക്ഷം പറഞ്ഞതാണ് ശരി എന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെടാനാവണം. അങ്ങനെ കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള നിലയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ എന്ത് മറുപടി പറയും നിജേഷ്? ഏതായാലും അരുൺകുമാർ പല ആവർത്തി പറഞ്ഞത് പ്രകടന പത്രികയ്ക്കകത്തുള്ള 721 കാര്യങ്ങൾ നടപ്പിലാക്കിയെന്നാണ്. അരുൺകുമാറെ, അതിലൊരു 35ാമത്തെ ഖണ്ഡികയിലാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ആശാ വർക്കർമാർക്ക് ദിവസം ഒരു 700 രൂപ വെച്ച് കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ ഏകദേശം 100 ദിവസമായി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ്. അവർ രാപ്പകൽ സമര യാത്രയിലാണ്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉള്ള കാര്യമാണ് എങ്കിൽ അതൊന്ന് പൂർത്തീകരിച്ചൂടെ? സ്കൂൾ പാചക തൊഴിലാളികൾ അവരുടെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സമരത്തിലാണ്. അതൊന്ന് പൂർത്തീകരിച്ച് നമുക്ക് കൊടുത്തുകൂടെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ പരാജയം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഇപ്പോ 2019 പ്രളയകാലത്ത് തകർന്നു പോയത് പുനർനിർമ്മിക്കാൻ നിലമ്പൂരിൽ മാത്രം കവളപ്പാറയിൽ 2 പാലങ്ങൾ തകർന്നുപോയി. ഇന്ന് വരെ പുനർനിർമ്മിച്ചിട്ടില്ല, അതിന്റെ സ്റ്റെപ്പ് പോലും എടുത്തിട്ടില്ല. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് കഴിഞ്ഞ തവണ അവിടെ കഴിഞ്ഞ ജൂലൈ മാസം 30 ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ വന്ന 6 മന്ത്രിമാരാണ് പ്രഖ്യാപിച്ചത് ഈ പുഴയിലുള്ള അവിടെ അടിഞ്ഞുകൂടിയ കല്ലും മരക്കഷ്ണങ്ങളും എടുക്കാൻ വേണ്ടി എത്രയോ കോടി രൂപ, 6 കോടി 7 കോടി രൂപയെ അനുവദിച്ചു. ഇതുവരെ പുതിയ മഴ പെയ്തു, വീണ്ടും അവിടെ വെള്ളം ഒഴുകി തുടങ്ങി. അവിടെ ഇതുവരെ മാറ്റിയിട്ടില്ല, ഒരു വീട് പോലും പുനർനിർമ്മിച്ചിട്ടില്ല. ഏത് മേഖലയിലാണ് മികവുണ്ടായത് എന്ന് അരുൺകുമാർ പറയട്ടെ. കേന്ദ്രത്തിന്റെ ഏതോ കടലാസിനകത്ത് ഉണ്ട് എന്ന്. കേന്ദ്രവും നിങ്ങളും തമ്മിലുള്ള ബാഹി ആയതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഏത് കടലാസിലാണ് ഉള്ളത് നീതി ആയോഗില് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടേ ഒരു ഭരണം. നിജേഷ്, നീതി ആയോഗിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവരെയും തോൽപ്പിച്ചിട്ടാണ് എല്ലാ BJP സംസ്ഥാന സർക്കാരുകളുണ്ട്.
അപ്പോൾ അതിനെല്ലാം മറികടന്നാണ് കേരളം പോയിട്ടുള്ളത്. നിങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നല്ലതാണ്, ശരിയുമാണ്. ശരി എന്ന് ഇൻ ദ സെൻസ് അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടും. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അരുൺ അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ. പക്ഷേ അപ്പോഴും കേരളത്തിൻ്റെ ഒരു മികവിനെയും കാണുന്നില്ല എന്ന തരത്തിൽ സംസാരിക്കുന്ന പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. അല്ല, നമ്മൾ തന്നെ എത്രയോ ചർച്ച ചെയ്തു. ഈ മാത്യു കുഴൽനാടൻ ഒരു കേസുമായി വന്നു. അദ്ദേഹം തകർന്നു തരിപ്പണമായി ഇനി പുറത്തേക്കില്ല. തൊട്ടടുത്ത ആഴ്ച വീണ്ടും കോടതിയുടെ പരാമർശം വന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്. അതൊക്കെ സ്റ്റിൽ അലൈവ് ആണ്. കേരളത്തിലുണ്ട്. മാത്രമല്ല ഏത് വിഷയവും മാത്യു കുഴൽനാടൻ ഹർജിക്കാരനായും അഭിഭാഷകനായും ഈ വിഷയത്തിൽ കോടതിയിൽ എത്ര കേസ് നടത്തി? എല്ലാം പരാജയപ്പെട്ടില്ല, കോടതികൾ തള്ളിയില്ലേ? ഒരു കോടതിയും തള്ളിയിട്ടില്ല. ആ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കേസും ലൈവ് ആണ്, നിലനിൽക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ഫാക്ച്വലി സത്യമാണോ? ഫാക്ച്വലി അത് മാത്രം അരുൺ, അത് മാത്രം. റൈറ്റ്, ഞാൻ അരുണിലേക്ക് വരാം. അപ്പോൾ അഴിമതിയെക്കുറിച്ച് അദ്ദേഹം ചലഞ്ച് ചെയ്തല്ലോ. ഞാൻ പറയാം എണ്ണി വെച്ചോ. ഒന്ന്, ഈ സർക്കാർ വന്ന ഏറ്റവും ആദ്യം പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാടുകളിലെ അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലത്തുള്ള ഈട്ടിത്തടികൾ വെട്ടി മരം മുറിച്ചു കിടത്തി. അതിനെപ്പറ്റി അന്വേഷണം വന്നോ? ആ മരം മുറിച്ച് കിടത്തിയ ആളുകൾ ഇന്ന് ധനാഢ്യന്മാരായി കേരളത്തിൽ വിലസുന്നു. വയനാട്ടിലെ മുട്ടിൽ മരമുറി ഒരു കേരളത്തിൽ മൊത്തം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് ഞാൻ സൂചിപ്പിച്ചതാണ്. അല്ല, മുട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തമുള്ള മരത്തടികൾ ഈ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി വെട്ടിമുറിച്ചു. എവിടെ എത്തിയിട്ടില്ല. എന്റെ നിജേഷ, അങ്ങനെ വല്ലതും ആണെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കുമോ? നിങ്ങൾക്ക് പോലും ഈ പറഞ്ഞതിൽ മുന്നോട്ടുണ്ടായി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്. ഇപ്പോഴും ആ കേസ് കോടതിക്കകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. കോടതിയിലുണ്ടല്ലോ. ചോദ്യമതല്ല. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ നിങ്ങൾ പറ. AI ക്യാമറ വന്ന് 2 വർഷം കഴിഞ്ഞു. എന്താണ് അതിന്റെ ബാക്കി പത്രം? നിങ്ങൾ ബാക്കി പത്രമൊന്നുമല്ല, നിങ്ങളുടെ അഴിമതി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എന്താണ് പ്രതിപക്ഷം വലിയ അഴിമതി പറഞ്ഞു, നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞോ? ഉണ്ടായ നേട്ടം നിങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം എവിടെ പോയി? അഴിമതി ആരോപണം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോ? അഴിമതി ആരോപണങ്ങൾ കോടതിക്കകത്തുള്ള ഇല്ല, തെറ്റിപ്പോയി. നിങ്ങൾക്ക് പരാജയം സംഭവിച്ചെന്നേ. നികേഷ്, പരാജയം സംഭവിച്ചു. ഇല്ലെന്നേ, തോന്നാണ് വരേണ്ട. അവര് നേരത്തെ പറഞ്ഞ കോവിഡ് കാലത്തെ PPI കിറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങിയ കേസും നിലനിൽക്കുന്നുണ്ട്. അതൊന്നും എവിടെയും പോയിട്ടില്ല. ഇന്നും നാളെയും ഒക്കെ കോടതിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ തോറ്റിട്ടില്ല, അതാണ് പ്രതിപക്ഷം പറയുന്നത്. ഏത് കേസ് നിലനിൽക്കുന്നു എന്നാണ് ചോദ്യം. ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെന്ന് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം കേരള ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് ഈ പ്രതിപക്ഷ നേതാവ് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഏത് കേസിൽ ഏതെങ്കിലും ഒരു വിധിന്യായം, ഏതെങ്കിലും ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വായിക്കാൻ പറ്റുമോ? എല്ലാ കേസുകളും തള്ളി ഗവൺമെന്റിനെതിരെ ഒരാരോപണവും നിലനിൽക്കുന്നില്ലെന്നുള്ള സാഹചര്യം വന്നു. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നും പങ്കെടുക്കാത്തതിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്ന സാഹചര്യമല്ലേ ഈ കേരളത്തിൽ ഉണ്ടായത്? ഏറ്റവും അവസാനം വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിലും ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം പറഞ്ഞ ന്യായീകരണം എന്താണ്? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആ ചാർട്ട് തീരുമാനിക്കേണ്ടത്, പ്രോഗ്രാം തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്ന്, ആ ഓഫീസാണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമുള്ളപ്പോഴും നാണക്കേട് കൊണ്ട് അദ്ദേഹം തന്നെ മാറി നിന്നില്ലേ? കാരണം ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ആരോപണവും വ്യാജ ആരോപണവും ഉന്നയിച്ചുകൊണ്ടേയിരിക്കാം. കാരണം ഈ ജനങ്ങളോട് പറയാൻ പ്രതിപക്ഷത്തിന് ഒന്നുമില്ല. അഴിമതി നിങ്ങൾ പറയുന്നു. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഏതെങ്കിലും കേരളത്തിലെ മന്ത്രിമാർക്കെതിരെ, MLA-മാർക്കെതിരെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ ഇവിടെ കേരളത്തിലുണ്ടോ? നിങ്ങൾ വ്യാജ ആരോപണങ്ങൾ കുറെ ഉന്നയിക്കുന്നു. വിജിലൻസ് കോടതി, മറ്റു കോടതികളും അതെല്ലാം എടുത്ത് തോട്ടിലെറിയുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയ സാഹചര്യത്തിലൂടെ ഈ കേരളത്തിൽ കടന്നു പോവുകയാണ്. UDF-ന്റെ ഘടകകക്ഷികൾ ഇത്രയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇത്ര മത്സരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പില്ല.
അതുകൊണ്ട് ഈ യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ KPCCയുടെ പുനഃസംഘടന നടത്തി തൽക്കാലം രക്ഷപ്പെട്ടാലും ആ മുൻ KPCC പ്രസിഡന്റ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് മുന്നോട്ട് പോയിക്കൊള്ളുക. ജനങ്ങൾക്ക് സത്യം കണ്ട് ബോധ്യപ്പെട്ടാണ് ഓരോ വിഷയങ്ങളിലും ജനങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും ഞാൻ നമ്മൾ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ നിജേഷ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം, ഒരു മാറ്റവും വരുത്തരുത്. തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് കണ്ണീരൊഴുക്കിയത് അരുൺകുമാറെ ഞാനല്ല, മന്ത്രി മുഹമ്മദ് റിയാസ. കരഞ്ഞില്ലേ അദ്ദേഹം അവിടെ വെച്ചിട്ട്? കണ്ടില്ലേ വേദിയിൽ ആരാ വിളിച്ചുകൊണ്ട് വന്നത്? കേരളത്തിന്റെ പ്രൈം മിനിസ്റ്റർക്ക് 5700 കോടി കേരളത്തിലെ ഗവൺമെന്റ് മുടക്കിയ പദ്ധതിക്കകത്ത് എന്തിനാണ് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഒരു ചങ്ങാതിയെ കൊണ്ട് അവിടുന്ന് സിന്ദാബാദ് വിളിപ്പിച്ചത്? രാജ്യത്തിന്റെ മദർപോർട്ടാണ്. നിങ്ങൾ ശശി തരൂരിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് കാട്ടിയത്. നിങ്ങൾ ശശി തരൂരിനെ രാജ്യത്തിന്റെ ഒരു പ്രശ്നത്തിൽ വിമർശനം ഉണ്ടാവും. ആ മോദി സർക്കാരിനോട് പല വിയോജിപ്പുകളും ഉണ്ടാവും പാർട്ടികൾക്ക്. പക്ഷേ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യം നിൽക്കണ്ടേ നിജേഷ്? ഇത് തന്നെയാണ് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും കോൺഗ്രസിനും ഈ കാലഘട്ടത്തിലുള്ള അഭിപ്രായങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ശരത്തിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി വരുന്നത് കൊണ്ടും അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നില്ല. ഇത് രാജ്യത്തിന്റെ മദർപോർട്ടാണ്. ആ രാജ്യത്തിന്റെ മദർപോർട്ട് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പാർട്ടാണ്. ഒരു വിശദീകരണത എങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ആ വേദിയിൽ വന്നു? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ വന്നില്ല? എന്ത് പ്രയോറിറ്റി? എനിക്ക് അത്ഭുതം തോന്നുന്നു താങ്കളെ കുറിച്ച്. ഇത്ര കാലമായിട്ട് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്ത് പ്രയോറിറ്റിയാണ്? അല്ല ശരത്ത് പറ. എനിക്ക് അറിയാത്ത ആളാണ്, എനിക്ക് മനസ്സിലാവാത്ത ആളാണ്, എനിക്ക് ബുദ്ധിയില്ലാത്ത ആളാണ്. എനിക്ക് പറഞ്ഞതാ പണ്ട് കുമ്മനം രാജശേഖരൻ മെട്രോയിലേക്ക് കയറിയതും ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലേക്ക് കയറിയും ഏത് പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്? അരുൺ അല്ല, ഒറ്റ മിനിറ്റ്. ഇവിടെ R ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് വരേണ്ടതില്ല, ആദ്യം ക്ഷണിച്ച് ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ച് അവസാനം വരേണ്ടതില്ല എന്ന് ആ സംഘാടകർക്ക് പറയേണ്ടി വന്നു. എന്താണ് അതിന് കാരണമെന്ന് നിജേഷിന് അറിയോ? ചരിത്രം കുറച്ചൊന്ന് തിരിച്ചു നോക്കിയാൽ മതി. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏകപക്ഷീയമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത തീരുമാനങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട്. കുമ്മനടി എന്നുള്ള വാക്ക് പൊതുസമൂഹത്തിന് എങ്ങനെയാ കിട്ടിയേ? അതുപോലെ തന്നെ R ശേഖരന്റെ ഉദ്ഘാടനത്തിലും പ്രതിമ ഉദ്ഘാടനത്തിലും ഉണ്ടായിട്ടുള്ള സാഹചര്യം, ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ളപ്പോ ഇതുപോലുള്ള ഒരു ഗൗരവമായ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിക്കുന്നത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം. നിങ്ങൾ പറയൂ എന്നതാണ് ജാള്യം. എനിക്ക് മനസ്സിലാകും. മുഹമ്മദ് റിയാസിന്റെ കരച്ചിലിന്റെ മറുപടി നിങ്ങൾ പറ. മുഹമ്മദ് റിയാസ് അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് ഫേസ്ബുക്കിലോട്ടില്ല, ഞങ്ങൾ താഴെ, അദ്ദേഹത്തിന് അദ്ദേഹം നിങ്ങൾ എടുത്ത് പരിശോധിക്കില്ലേ? അന്നത്തെ എല്ലാ ചാനലുകളിലും വന്നാണ്. എനിക്ക് അരുൺകുമാർ പറഞ്ഞു തന്നാൽ മതി. നമ്മുടെ സർക്കാരിന്റെ ഏകദേശം 6000 കോടി ചെലവാക്കിയ പദ്ധതിക്കകത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു, ഞങ്ങൾ അംഗീകരിച്ചു. അതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? നിങ്ങൾ പറഞ്ഞാൽ മതി. കുമ്മനം രാജശേഖരൻ കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴോ? കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് അത് മെട്രോയിൽ ഞങ്ങൾ അന്നും പറയുകയാണ്. മെട്രോ ഇതെന്താ പ്രശ്നം അറിയോ? നിജേഷ് ചർച്ചയ്ക്ക് ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വാദത്തിനപ്പുറം ഇതിന് കഴമ്പില്ല. കാരണം നമ്മൾ ഒരുപാട് കാരണം ഉണ്ട്. ഒരു ഡസനല്ല എന്തെല്ലാം ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. ഒരെണ്ണം പോലും നിങ്ങൾക്ക് അല്ല നിജേഷ്, അതായത് നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഒരു സർക്കാരിനെതിരെ ഉന്നയിച്ചു. ആ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോ? സർക്കാരിന്റെ പരാമർശം വാങ്ങിച്ചെടുക്കാൻ, കോടതിയുടെ പരാമർശം എതിരായി വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഈ ദുർബലമായ സാഹചര്യത്തിൽ നിങ്ങൾ ആ ചടങ്ങിൽ നിന്ന് എത്രയോ ചർച്ച ചെയ്തൊരു വിഷയത്തിലേക്ക് വെറുതെ പോകാമേ ഉള്ളൂ. ഒരു കാര്യം അതുകൊണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സ്പെസിഫിക് വിഴിഞ്ഞെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയണമെന്നല്ലോ. വിഴിഞ്ഞത്തിൽ എന്തെല്ലാം കണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയാനല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് പറയണ്ട, പക്ഷെ പറയുന്നതിന് ഒരു കാമ്പും കഴമ്പും വേണ്ടേ? വേണ്ടേ? അല്ല, നിങ്ങൾക്ക് അതിന് ജാള്യതയുണ്ടോ? എന്ത് കഷ്ടമാണ് സർ. ശ്രീ ജയചന്ദ്രൻ, നമ്മൾ ഈ അഴിമതിയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രതിപക്ഷ വാദങ്ങൾ നിരർത്ഥകമായി പോയ തുടർച്ചയായ ഒരു വർഷങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. നേരത്തെ അരുൺ ചോദിച്ചു എത്രയോ കേസുകളിൽ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു, ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ആധികാരികമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യം ഇപ്പോഴും അൺആൻസേർഡായി നിൽക്കുകയാണ്. അതിനർത്ഥം അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പുറത്ത് ഈ വിവാദങ്ങൾ
നുണകൾ അങ്ങനെ തുടർച്ചയായി സർക്കാരിനെ വേട്ടയാടാൻ കൊണ്ടുവന്ന ഒരുപാട് കാലമുണ്ട്. അതിലൊരു വലിയ കഥാപാത്രമായിരുന്നു മുൻ ചാൻസലറും അതുപോലെ തന്നെ ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യത്തിൽ ഇന്നും സംഭവിച്ചത് എന്താണ്? അദ്ദേഹം ഇവിടുന്ന് എല്ലാം പോയിട്ടും കോടതികളിൽ സർക്കാർ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ നടപടികൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇന്നും ശക്തമായ വിധി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു. ശ്രീ ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിനും സ്പെസിഫിക്കായ വിഷയങ്ങൾ വെച്ച് നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കേൾക്കാനാണ് ചർച്ചയിൽ ആഗ്രഹിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ അതിലേക്ക് വരും മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാന് ഇന്നുണ്ടായ ഈ തിരിച്ചടിയോടൊപ്പം തന്നെ തുടർച്ചയായി സർക്കാർ നിരന്തരം ഹൈക്കോടതികളിൽ പോയി അദ്ദേഹം എടുത്ത നടപടികൾക്കെതിരെ നേടിയിട്ടുള്ള നിയമപരമായ പോരാട്ടത്തിലെ വിജയത്തിൻ്റെ വളരെ ക്യുക്കായ ചില കാര്യങ്ങൾ ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് വരാം. നമ്മളത് കാണേണ്ടത് കൂടിയാണ്. കാരണം വിവാദം എല്ലാവരും ആഘോഷിക്കും, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പിന്നെ അതെല്ലാം മെല്ലെ അങ്ങ് ഈ വസ്തുതകൾ കോടതികൾ പറയുമ്പോൾ ഇതെല്ലാം മെല്ലെ അടങ്ങും. അതാണ് നവംബർ 8-ന് 22-ൽ ഉണ്ടായ വിധി, 22 ഡിസംബർ 13-നുണ്ടായ വിധി, അതുപോലെ തന്നെ 2021 ഫെബ്രുവരി 16-നുണ്ടായ വിധി. ഇതെല്ലാം ചാൻസലറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് എതിരായ വിധികളാണ്. 2023 ഫെബ്രുവരി 20-ന് ഉണ്ടായ വിധി, സിസ തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് സർക്കാരിന് മാറ്റാം, ചാൻസലർ ചട്ടം മറികടക്കരുത് എന്ന് ഹൈക്കോടതി അന്നു പറഞ്ഞത്. അതുപോലെ 2023 മാർച്ച് 17-ന് KTU സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 24-ന് സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഡിസംബർ 12-ന് 23-ൽ തന്നെ കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ശുപാർശ ചെയ്ത 4 സംഘ്പരിവാർ അനുകൂലികളുടെ നിയമനത്തിന് സ്റ്റേ വന്നു. 24-ൽ തന്നെ മാർച്ച് 21-ന് കാലിക്കറ്റ് സർവകലാശാല VC പുറത്താക്കിയ നടപടി അനിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തു. അതിൻ്റെ കുറേ കാർഡുകളാണ്, വിവരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ മെയ് 21-ന് കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. അതേ വർഷം, കഴിഞ്ഞ വർഷം ജൂലൈ 18-ന് ഫിഷറീസ് സർവകലാശാലയിലേക്ക് VC നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി നിർണ്ണയിച്ച ഗവർണറുടെ നടപടി അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചാൻസലറുടെ നടപടി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈ 19-ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ 3 ഉത്തരവുകൾ പുറത്തു വന്ന ദിവസം കേരള MG മലയാളം സർവകലാശാല സെർച്ച് കമ്മിറ്റി നിയമനങ്ങൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. കഴിഞ്ഞ വർഷം തന്നെ ഓഗസ്റ്റ് 1-ന് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമിക്കാൻ ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ വർഷം ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത്. ഹൈക്കോടതി ഇതുപോലെ തന്നെ ചാൻസലറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്തുകൊണ്ട്, അതായത് തന്നിഷ്ടപ്രകാരം VC-മാരെ നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. തന്നിഷ്ടപ്രകാരം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ കഴിയില്ല ചാൻസലർക്ക് എന്നാണ് പറഞ്ഞത്. അത് VC നിയമനത്തിന് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന്, സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ നിയമനം നടത്തൂ. ഇത് തുടർച്ചയായി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷം, കോൺഗ്രസ്, പ്രതിപക്ഷ നേതാവ്, മുൻ നേതാവ്, SUC അടക്കമടങ്ങുന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറം, BJP, ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം മാധ്യമങ്ങളും. ശ്രീ ജയചന്ദ്രൻ, ഇതായിരുന്നില്ലേ ഇതിനെ ആകെ നിർണ്ണയിക്കും വിധത്തിലേക്ക് ഈ നാട്ടിൽ ഇതൊക്കെയാണ് വസ്തുത. സർക്കാരിന് വലിയ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുന്നു, വരാൻ പോകുന്നു. സർക്കാർ പറയുന്നതല്ല ശരി എന്ന് തന്നെ വിചാരിച്ചും വിശ്വസിച്ചും ആധികാരികമായി സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നില്ലേ ഈ വിധികളൊക്കെ ഹൈക്കോടതി ഇങ്ങനെ പറയുമ്പോൾ? പഴയ ഇംഗ്ലീഷ് നാടോടി കഥയിലെ ബാക്ക് പേപ്പർ ഇല്ലേ, കുഴലൂത്തുകാരൻ, ആ ബാക്ക് പേപ്പർ റോളാണല്ലോ ആരിഫ് ഖാൻ കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരുന്നത്. ആ കുഴലൂത്ത് കേട്ട് പുറകെ അണിയണിയായി നിരക്കുകയായിരുന്നല്ലോ താങ്കളീ പറഞ്ഞ ആൾക്കാർ മുഴുവനും, മാധ്യമങ്ങളടക്കം, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷങ്ങളും അടക്കം, SUCയുടെ നേതൃത്വത്തിലുള്ള സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കം എല്ലാവരും അണിനിരക്കുകയായിരുന്നല്ലോ. അണിനിരന്നിട്ട് എല്ലാവരും ഒന്നിച്ചൊറ്റ കോറസായിട്ടങ്ങ് ആലപിക്കുകയായിരുന്നു സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ. അതിനെ മുഴുവനും ഈ പറയുന്ന ബാക്ക് പേപ്പറും അണികളുമാണല്ലോ കേരളം മുഴുവനും ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത്. അതിനെ ഓരോ ഘട്ടത്തിലും, കഴിഞ്ഞ വർഷം മുതൽ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ചെവിക്ക് പിടിച്ച് നടപടിയെടുക്കുന്നതാണ് കണ്ടത്. എന്നിട്ടും പഠിക്കാത്ത ചിലരുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞാലും പിന്നെ ഗവർണർ ഒരു തുണ്ടുകടലാസ് നിർത്തിയാൽ ചാടി കയറി അതിൽ പിടിച്ച് വീണവരാണല്ലോ ശിവപ്രസാദും പിന്നെ സിസ തോമസും ഒക്കെ ആണല്ലോ. അവരും കേരളത്തിൽ ജീവിക്കുന്നവരാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന അനുഭവസമ്പന്നരായ വൈഭവമുള്ള വ്യക്തികളാണ് എന്നുള്ളതൊക്കെ ഇരിക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഗവർണർ അംഗീകാരം കിട്ടിയോടെ അതിൽ ചാടിപ്പിടിച്ച് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഹൈക്കോടതി ചെന്നപ്പോൾ നിഷ്കൃഷ്ടമായി അത് പരിശോധിച്ചു. പിന്നെ വളരെ നിശിതമായ സ്ക്രൂട്ടണി നടന്നു.
ആ സ്ക്രൂട്ടണിയിൽ ഈ നിയമനങ്ങളൊക്കെ തെറ്റാണ്, അത്തരത്തിലുള്ള നിയമനം നടത്താൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് തന്നെ നമ്മൾ ഈ പറയുമല്ലോ കോട്ട് ഇൻ റെഡ് ഹാൻഡ് എന്ന് പറയില്ലേ, കയ്യോടെ പിടികൂടപ്പെട്ടു. ആര്? ഗവർണർ ആരിഫ് ഖാൻ കയ്യോടെ പിടികൂടപ്പെട്ടു. അപ്പോൾ ഈ ആരിഫ് ഖാൻ്റെ പിന്നാലെ അണിനിറന്ന മുഴുവൻ ആൾക്കാരും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ജാള്യം തോന്നുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഇന്ന് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിതേഷ് അരവിന്ദ് അടക്കമുള്ള കോൺഗ്രസ് UDF നേതാക്കളും പ്രവർത്തകരും അണികളും മാധ്യമങ്ങളും ഒക്കെ പറയും ഞങ്ങൾ ഹൈക്കോടതിയുടെ കൂടെയാണ്, ഗവൺമെൻറ് എന്ന് ചെയ്തപ്പോൾ തെറ്റായിരുന്നു, പക്ഷേ ഹൈക്കോടതി ചെയ്തപ്പോൾ ശരിയാണ് എന്ന് പറയുന്ന അടുത്ത നടപടിയിലേക്ക് നാളെ ഇവരെല്ലാം കടന്നോളും. ഇതാണ് നിരന്തരം കണ്ടു. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പിന്നെ ഈ ഒരു നടപടികളുടെ മാത്രമല്ല ശരത്തെ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഏറ്റവും മോശമാണെന്ന് പറഞ്ഞിരുന്നത് ആരാണ്? അതൊക്കെ ആരാണ് ഏറ്റുപാടിക്കൊണ്ടിരുന്നത്? ഇതേ ചാൻസലർ പറഞ്ഞു, അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മോശമാണ് എന്ന് പറഞ്ഞത് ഇവരൊക്കെ തന്നെ പാടി നടന്നു. അപ്പോഴാണ് പുതിയ ചില കാര്യങ്ങൾ കൂടെ ഒരു ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അതിത്രയേ ഉള്ളൂ. ഈ പിന്നെ NIRF എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് ദേശീയ തലത്തിൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അതിൽ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളുടെയും സർവകലാശാലകളുടെയും പട്ടികയിൽ കേരളത്തിലെ 4 സർവകലാശാലകൾ, 16 കോളേജുകൾ, ആദ്യ 100-ൽ മികച്ച സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ യഥാക്രമം 9, 10, 11 സ്ഥാനങ്ങൾ കേരള, കൊച്ചി, MG സർവകലാശാലകൾ. ഈ തരത്തിൽ റാങ്കിങ് പിന്നെ നാഷണൽ ലെവലിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. നിജേഷേ, ഇത് മനസ്സിലാക്കണം. പിന്നെ കഴിഞ്ഞ വർഷം ചാൻസലർ പെരുവഴിയിൽ നിന്ന് വിളിച്ചു പോയതുപോലല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അതിനെ സംബന്ധിച്ച് UGC നടത്തിയ അവലോകനം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിനെ കൂടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ എത്രമേൽ ഗുരുതരമായ പ്രഹരം ഏൽപ്പിക്കാനാണ് ശ്രമിച്ചത് ഈ കൂട്ടരെല്ലാം കൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ. നിജേഷ്, ഒരു ചെറിയ റെസ്പോൺസിനെ കുറിച്ച്, അതായത് ഈ തരത്തിൽ എങ്ങനെയാണ് സർക്കാർ, എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്? കേൾക്കുന്നതിലെല്ലാം ചാടിപ്പിടിച്ച് ഇന്നിപ്പോൾ സത്യത്തിൽ മലയാള മനോരമയുടെ പരസ്യം തന്നെ പ്രതിപക്ഷത്തിന് ബാധകമായ ചില വാചകങ്ങൾ അതിലുണ്ട്. തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം. മനസ്സിലായില്ലേ? ഇന്ന് താങ്കൾ കണ്ടിട്ടുണ്ടാവും മലയാള മനോരമയുടെ തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമാണ്, മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാകാം, കേട്ടുകേൾവികളാകാം, പക്ഷേ ആ നില എടുക്കുകയില്ല. ഇതെല്ലാം സത്യമാണ് എന്ന ധാരണയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ, കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിച്ചു പോവുക. പക്ഷേ ഇപ്പുറത്ത് ഒരു സർക്കാർ വളരെ സോളിഡായി ഇതൊന്നും കണ്ട് കുലുങ്ങാതെ കൂസാതെ നിൽക്കുന്ന ഒരു സർക്കാരാണെന്നുള്ള ധാരണ പോലും നിങ്ങൾക്കില്ല. ആ ഒരു താൽക്കാലിക പിന്തുണയോടെ പോവുക. പക്ഷേ ഇതിന് എന്ത് ക്രെഡിബിലിറ്റി, എത്രമാത്രം ഒരു സ്ട്രൈക്ക് റേറ്റ്, ഇത് എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് തങ്ങളുടെ വിശ്വാസ്യത പോകുമോ, ഇത് ആകെ നമ്മളെ മുക്കുമോ, ഇതൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുമാകാം, പക്ഷേ ഇതാണ് സ്ഥിതി നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടുന്ന അടിയും മുൻ പ്രതിപക്ഷ നേതാവിനും SUCയും നിങ്ങളും ഒക്കെ അംഗങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഫോറം, അതുപോലെ തന്നെ മറ്റു കൂട്ടർ, ഇതെല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഇതെല്ലാം സത്യമാണെന്ന ഒരു വിചാരത്തോടെ അങ്ങ് എന്തും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ്. ഇത് പ്രതിപക്ഷത്തെ തന്നെയാണ് അപായപ്പെടുത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് കൊടുക്കേണ്ട സാധനം അദ്ദേഹത്തിന് കൊടുത്തുള്ളതാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇടക്കാലത്ത് ആപ്പിൾ കൊട്ടയുമായി പോയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൊടുത്താണ് ഞങ്ങൾ ഒരു കാലത്തും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻ പ്രതിപക്ഷ നേതാവ് ഗവർണറാണ് ശരി എത്ര ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇല്ല ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾ പല ഘട്ടത്തിലും അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. നിലപാടില്ല. ഞങ്ങൾ ഏത് ഘട്ടത്തിൽ, നിങ്ങൾ പറ, ഏത് ഘട്ടത്തിൽ? ഒരു ഘട്ടത്തിലും കൊടുത്തിട്ടില്ല. അരുണിന്റെ റോൾ, ഒരു ചെറിയ മറുപടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ്, അദ്ദേഹത്തിന്റെ സംശയമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കേൾക്കുന്നതേ അവർക്ക് എതിർപ്പായിരുന്നു. നിങ്ങളാണ് ലേസൺ ഉണ്ടാക്കിയത്. അതിന് മാത്രം ആപ്പിൾ കോട്ടയ്ക്ക് അവിടെ നിൽക്കട്ടെ. അല്ല, ആപ്പിൾ കോട്ട നിങ്ങൾ കൊണ്ടുകൊടുത്ത കാര്യം നമുക്ക് വിഷയം സംസാരിക്കാം സാർ. കൊടുക്കും. ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരത് ഇവിടെ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയം ഉയർന്നു വന്നപ്പോൾ എല്ലാ ഘട്ടത്തിലും
UDF പൂർണ്ണ പിന്തുണ കൊടുത്തത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. ഒരു ഘട്ടത്തിലുമില്ല അദ്ദേഹത്തെ ഉയർത്തിയ പ്രശ്നങ്ങളിൽ ഒരു മെറിറ്റുമില്ലെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിരവധി തവണ ഇടതുപക്ഷം പറയുമ്പോഴും അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നിട്ട് പോലും അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ED-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസമായി ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാലോ, പ്രധാനപ്പെട്ട ED-യുടെ അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം, അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കം 1-ാം പ്രതിയായി അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമ്മൾ ഇടതുപക്ഷം പറഞ്ഞ വാചകങ്ങളുണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്താ? കേരളത്തിലെ ED കൊള്ളാം, മികച്ച ED, കേരളത്തിന് പുറത്തുള്ള ED കൊള്ളില്ലാത്ത ED. കോൺഗ്രസ് അതല്ലേ പറഞ്ഞത്? ഇന്ന് പ്രതിപക്ഷ നേതാവിന് അത് തിരുത്തേണ്ടി വന്നില്ലേ? 1% പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഏജൻസിയാണ് ED എന്ന് ഇടതുപക്ഷം പറഞ്ഞ വാചകം അതേപോലെ ആവർത്തിക്കേണ്ടി വന്ന സാഹചര്യമില്ലേ? കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളിലെല്ലാം UDF എടുത്ത നിലപാട് തെറ്റാണ്, മണ്ടത്തരമാണ് എന്ന് കോൺഗ്രസിന് തന്നെ സമ്മതിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. 3 പേരിലേക്ക് നമുക്ക് ഏതാണ്ട് ഓരോരുത്തർക്ക് ഓരോ മിനിറ്റ് എന്ന നിലയ്ക്ക് ഒന്ന് ക്രമപ്പെടുത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. നിജേഷ്, ഇങ്ങനെ പോയാൽ നിങ്ങളെ ഇനിയും വർഷങ്ങളോളം കാത്തിരിക്കുന്നത് ഈ കരിദിന വർഷങ്ങളായിരിക്കുമോ? കരിദിനാചരണത്തിന്റെ വർഷങ്ങളാകുമോ? ഞങ്ങൾക്ക് ഈ സർക്കാർ വന്ന കാലം മുതലുള്ള ഓരോ തെരഞ്ഞെടുപ്പും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഊർജ്ജമാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മഞ്ഞക്കുറ്റിയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവരുടെ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പുതുപ്പള്ളിയിലും ജയിച്ചു. പാലക്കാട് ബൈ ഇലക്ഷന് ഞങ്ങൾ കഷ്ടി ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ആലത്തൂരിലെ സീറ്റ് വോട്ട് ശതമാനം ഞങ്ങൾ ഒരുപാട് കൂട്ടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആധികാരികമായ വിജയം വന്നു. മറ്റ് തോറ്റു ലോക്സഭയിൽ, അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി LDF ജയിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു. 2024 ലോക്സഭയിലേക്ക് തോറ്റു. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ എന്തായാലും ചേലക്കര LDF നോക്കണമല്ലോ. അല്ല ശരത്തെ, കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ നമുക്ക് കോന്നിയൊക്കെ നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ സീറ്റും നമുക്ക് നഷ്ടപ്പെട്ടതാണ്. ഈ തവണ അങ്ങനെയല്ല, നമ്മൾ ആധികാരികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് കാലാകാലം പ്രതിപക്ഷത്തിരിക്കാമെന്ന് ആർക്കെങ്കിലും സ്വപ്നമുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നവുമായി മുന്നോട്ട് പോവുക. ഞങ്ങൾ ഏതായാലും ഞങ്ങളെ പണിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ സർക്കാരിന് ഞങ്ങൾ ഒരു മാർക്കും കൊടുക്കുന്നില്ല. അല്ല, നിങ്ങളുടെ നേതാക്കൾ അങ്ങനെ നിങ്ങളെ ഇരുത്തുമെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കൾ തന്നെ നിങ്ങളെ അങ്ങനെ ഇരുത്തിക്കോളും. അത് നമുക്ക് കാണാം. ഞാനും ശരത്തൊക്കെ ഇവിടെ തന്നെ കാണും. ശ്രീ ജയചന്ദ്രൻ, മനോരമയുടെ പരസ്യത്തെക്കുറിച്ച്, മലയാള മനോരമ ദിനപത്രത്തിന്റെ പരസ്യം അവരുടെ അടക്കം ദൃശ്യമാധ്യമ ചാനൽ റിപ്പോർട്ടിങ്ങിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഒന്ന് ചുരുക്കി വേണം പ്ലീസ്. അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിച്ചിട്ടെന്താ കാര്യം സ്ഥലത്തെ? കാരണം ഇത് പിന്നെ ഈ മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാവാം, കേട്ടുകേൾവികളാകാം. എന്തായാലും സംഗതി ക്ലിക്കായാൽ മതി എന്നാണ് നിലപാട്. ഇതൊക്കെ മനോരമ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണല്ലോ. അപ്പോൾ ആ തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം. പത്രം വരുന്നത് വരെ മാത്രമാണല്ലോ, അത്രേ ഉള്ളൂ. പത്രം വരുന്നത് വരെ മാത്രം തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നുന്നതാണെന്ന് ഇതൊരു എന്താണ് പറയുന്നത്, സത്യവാങ്മൂലം പോലെ. പിറ്റേ ദിവസം മലയാള മനോരമ പത്രം വായിച്ചാൽ എല്ലാം സത്യമാണെന്നാണ് പറഞ്ഞു വെച്ചതിൽ അർത്ഥം. ശ്രീ ജയചന്ദ്രൻ, പിറ്റേ ദിവസം രാവിലെ മലയാള മനോരമ ദിനപത്രം വായിക്കുന്നതോടുകൂടി എല്ലാ സത്യവും സത്യമായി തന്നെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടി ഉണ്ട്. നെഗറ്റീവ് എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് എൻ്റെ മനസ്സിൽ മുഴച്ചു വന്നത്. കാരണം അനുഭവങ്ങൾ അങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളതുകൊണ്ട് അതേ വരൂ. അത് എൻ്റെ കുറ്റമല്ല, അവരങ്ങനെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അവർ എനിക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധനങ്ങൾ എൻ്റെ മനസ്സിൽ ഉളവാക്കുന്ന പ്രതീതിയാണല്ലോ ഞാൻ ഇതുമായിട്ട് സമീകരിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനോരമ തന്നെ ഈ വ്യാജത്വത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നിലയിലേക്ക് മാറുന്ന പരസ്യമായിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അവർക്ക് അങ്ങ് മറിച്ച് പറയാൻ അവകാശമൊക്കെ ഉണ്ട്. ഏതായാലും വിചിത്രമായ പിന്നെ പരസ്യം തന്നെയാണത്. അത്തരത്തിലുള്ളൊരു പരസ്യം സമീപകാലത്തെങ്ങും നമ്മൾ കണ്ടതായി ഓർക്കുന്നുമില്ല. ഏതായാലും നാളെയാണല്ലോ സർക്കാരിന്റെ വാർഷികം. ഈ വാർഷികത്തിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ അരുൺ, ഇതിലെ 2 വാചകങ്ങൾ മലയാള മനോരമ പറഞ്ഞു വന്നപ്പോൾ അത് പ്രതിപക്ഷത്തെ കൂടി ഓർമ്മിപ്പിക്കുന്നതായി മാറിയോ? തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നാം, മുന്നിൽ വന്ന് മിന്നുന്നത് ഊഹാപോഹങ്ങളാകാം, കേട്ടുകേൾവികളാകാം. ഈ 2 വാചകങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രതിപക്ഷത്തെ ഓർമ്മ വന്നോ അരുണിന്?
തീർച്ചയായിട്ടും എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമാണ് പ്രതിപക്ഷം എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അർത്ഥസത്യങ്ങളും അസത്യങ്ങളും അതുപോലെ വ്യാജ വാർത്തകളുടെയും പിറകിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിൽ കോൺഗ്രസിന് തുടരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അവർ തന്നെ ചെയ്ത് കൂട്ടുന്നുണ്ട്, സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, വികസനം കാണുന്നുണ്ട്, സാമൂഹ്യക്ഷേമ രംഗത്തെ ഇടപെടൽ കാണുന്നുണ്ട്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്തുള്ള ഇടപെടൽ, പ്രകടന പത്രിക ഓരോന്നായി നടപ്പാക്കുന്നത്, ലോകത്തിന് മാതൃകയായി കേരളം കുതിക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഇപ്പോൾ UDF-ൽ തന്നെ നിലനിൽക്കാൻ പറ്റാത്ത തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടി പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടി LDF-നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്രയായാലും ഇതേ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ തുടരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം വളരെ കൃത്യമായി ഭരണ തുടർച്ചയിലേക്ക് LDF-ന് പോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് എന്ന് പൂർണ്ണമായും വ്യക്തമാണ്. യെസ്, ഏതായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ സാന്ദർഭികമായി മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം കേരളത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇതേ സമരം കർണാടകയിൽ നടന്നപ്പോൾ അവിടെ 1000 രൂപ സിദ്ധാരാമയ്യ സർക്കാർ വർദ്ധിപ്പിച്ചപ്പോഴും അത് 6000 രൂപയായുള്ളൂ. അപ്പോഴും കേരളം മുന്നിലാണ്. കേരളത്തിൽ 7000 രൂപ കിട്ടുന്നു. ഏതാണ്ട് സംസ്ഥാനത്തിൻ്റെ എല്ലാത്തരം കോൺട്രിബ്യൂഷൻസ് കൂടി ചേരുമ്പോൾ ഒരു 9000-ൽ പരം രൂപ, 9300 മറ്റോ ആണെന്ന് തോന്നുന്നു കേരളത്തിൽ ആശാവർക്കർമാർക്ക് ലഭിക്കുന്നത്. അതേസമയം കർണാടകത്തിൽ വർദ്ധിപ്പിച്ചിട്ടും 6000 രൂപ മാത്രമേ ഉള്ളൂ എന്നതുകൂടി സാന്ദർഭികമായി ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിപ്പിക്കുന്നു.